ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനെ, സ്വർഗീയ രാജാവേ, വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ ദൈവവചനമായി വിൽപ്പാൻ ദൈവം ചെയ്ത ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന സകലരെയും അടികൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വചനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ വാത്സല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് 6:25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആഴമായിട്ടുള്ള തിരുവചനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ വ്യത്യസ്തമായ വിഷയത്തോടെ ഭാരപ്പെടുന്ന അനേകർ നമുക്ക് കാണാൻ കഴിയും. മക്കളെ ചൊല്ലിയുള്ള വേദനകൾ, കുടുംബത്തെ ചൊല്ലിയുള്ള വേദനകൾ. ഇത് മാറുമോ? എന്താകും? നാളെ എന്താകും? മറ്റന്നാൾ എന്താകും എന്നുള്ള ഭയങ്കരമാകുന്ന വേദനയുടെ നടുവിൽ നടക്കുന്ന അനേകരെ നമ്മൾ കാണാറുണ്ട്. ടെൻഷൻ വർദ്ധിക്കുന്നു, സ്വസ്ഥത നഷ്ടപ്പെടുന്നു, സന്തോഷം നഷ്ടപ്പെടുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു, ആശ്വാസം നഷ്ടപ്പെടുന്നു, ഒരു ഉറപ്പില്ല, ഒരു ധൈര്യമില്ല. അങ്ങനെ കാണുന്ന ജനത്തോട് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 25 മുതൽ വായിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തു ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, അനേകർ പല വിഷയങ്ങളും ഓർത്ത് സങ്കടപ്പെടുന്നവരാണ്. നാളെ ഇനി എന്താകും, എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് കലങ്ങുന്നവരാണ്, സങ്കടപ്പെടുന്നവരാണ്. സ്വസ്ഥത നഷ്ടപ്പെടുന്നു. ഒറ്റപ്പെടലുകൾ വരുമ്പോൾ ആൾക്കാർ പലതരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, എതിർവാക്കുകൾ പറയുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്നു. അയ്യോ, ജീവിക്കേണ്ടെന്ന് തോന്നുന്നു. മാനസികമാകുന്ന പല പ്രശ്നങ്ങൾ ജീവിതത്തിനകത്ത് വരുന്നു. സ്വസ്ഥത നഷ്ടപ്പെടുന്നു. പുറത്തിറങ്ങാൻ തോന്നാത്തൊരനുഭവം വരുന്നു. സാഹചര്യങ്ങൾ നമുക്ക് എതിരാകും പോലെയൊക്കെ തോന്നുന്നു. തിരുവചനം നമ്മൾ വിളിച്ചു പറയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. യേശു പറയുകയാണ്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. അതുകൊണ്ട്, ഏതുകൊണ്ട്? 24-ാം വാക്യത്തിൽ പറയുന്നു, 2 യജമാനന്മാരെ സേവിപ്പാൻ കഴിയില്ല, ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെ മാമോനെ സേവിക്കാൻ കഴിയത്തില്ല. ഞാൻ പറയാം, ദൈവത്തെ സേവിക്കുന്ന ഒരു പൈതലിന് വേണ്ടി ദൈവം കരുതിക്കൊള്ളും. 2 ഭാഗത്ത് നിൽക്കുന്ന ആളിനെ കുറിച്ചല്ല ഇതിൽ പറയുന്നത്. ഇതിൽ 2 ഭാഗത്ത് നിൽക്കുന്ന അനേകരുണ്ട്. അന്ധവിശ്വാസങ്ങൾ നിൽക്കും, ദൈവത്തിന് വേണ്ടി നിൽക്കും. അങ്ങനെയല്ല, രണ്ട് രീതിയിൽ ഒരാളിന് 2 പേരെ സേവിക്കാൻ കഴിയത്തില്ല. ഒന്നുകിൽ മാമോനെ അല്ലെങ്കിൽ ദൈവത്തെ. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ താഴെ കിടക്കുന്ന 25-ാം വാക്യത്തിൽ കിടക്കുന്നത്, സ്തോത്രം, ദൈവം പറയുന്ന മക്കളെ, കർത്താവിനെ സ്നേഹിക്കുന്ന പൈതലിനോട്, കർത്താവിനെ സേവിക്കുന്ന മകളോട് കർത്താവ് പറയുന്നു, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. അത് വിചാരപ്പെടേണ്ടതല്ല ഒരു ദൈവ പൈതൽ. കർത്താവ് വിളിച്ചിറക്കുമ്പോൾ കർത്താവിനെ അറിയാം അവർക്ക് എന്തൊക്കെ വേണമെന്ന്. ദൈവത്തിന് സ്തോത്രം, എന്തൊക്കെ ആവശ്യമാണെന്ന് ദൈവത്തിന് അറിയാം. ആ ദൈവം അവിടെ കരുതി കൊള്ളുക തന്നെ ചെയ്യും. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ഏദൻ തോട്ടത്തിനകത്ത് ആദമിനെ ഹൗവയാക്കുമ്പോൾ അവരെ 2 പേരെയും എൻ്റെ ദൈവം സൃഷ്ടിക്കുന്നു. മണ്ണുകൊണ്ട് മൂക്കിൽ ജീവശ്വാസം, മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി മാറ്റി ആദമിനെ ഉറക്കി കിടത്തുന്നു. ഗാഠനിദ്ര വരുത്തി ആദമിന്റെ വാരിയിൽ നിന്ന് ഹൗവയെ സൃഷ്ടിക്കുന്നു. സൃഷ്ടിച്ചവർ 2 പേരെയും സ്തോത്രം എൻ്റെ കർത്താവ് എവിടെയാക്കുന്നു? ഏദൻ തോട്ടത്തിലാക്കുന്നു. 2 പേരെയും എൻ്റെ കർത്താവ് എല്ലാം ഉണ്ടാക്കിയിട്ട്, സ്തോത്രം, 2-ാം അധ്യായം ഉൽപ്പത്തി 2-ാം അധ്യായം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അനന്തര യഹോവയായ ദൈവം കിഴക്ക് ഏതിൽ ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അളവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു.
കണ്ടോ, ഏദൻ തോട്ടം എൻ്റെ ദൈവം ഏദൻ തോട്ടം കണ്ടിരുന്നു. ഹല്ലേലൂയ. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എൻ്റെ ദൈവം തള്ളിക്കളഞ്ഞതല്ല. എന്നെ നിങ്ങളെ വിളിച്ചിട്ട് എനിക്ക് നിങ്ങൾക്കും വേണ്ടുന്ന ദൈവം തരാതിരിക്കത്തില്ല. നമുക്ക് അതത് സമയത്ത് എന്തൊക്കെയാണോ ആവശ്യം, പ്രിയ പൈതലെ, പലതിനെ കുറിച്ച് വിചാരപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്, പലതിനെ കുറിച്ച് കലങ്ങിയായിരിക്കും ഇരിക്കുന്നത്, പലതിനെ കുറിച്ച് വേദനിച്ച് എന്ത് ചെയ്യുന്ന അറിഞ്ഞാൽ ടെൻഷൻ അടിച്ചായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ ടെൻഷൻ അടിക്കുന്ന പൈതലെ, നിന്നോട് ദൈവത്തിന്റെ വചനം വിളിച്ച് പറയുന്നു, സ്തോത്രം, നീ ക്രിസ്തുവിന്റെ മകളാണെങ്കിൽ ധൈര്യപ്പെട്ട് ക്രിസ്തുവിൽ ഉറച്ചിരി. കർത്താവ് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കർത്താവ് തള്ളിക്കളയുകയില്ല. തള്ളിക്കളയുന്ന ദൈവമല്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയും, എന്ത് തിന്നും എന്ത് കുടിക്കുന്നത് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെട്ട് തകരല്ലേ. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ദൈവത്തിന് സ്വത്രം. ആഹാരമല്ല വലുത്, അതിനേക്കാളും വലുത് എന്തോന്നാണ്? ജീവനാണ്. സ്വത്രം. ഉടുപ്പല്ല വലുത്, അതിനേക്കാളും വലുത് ശരീരമല്ലയോ? കണ്ടോ, അടുത്ത നോക്കി. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ കൂട്ടി വയ്ക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ? സ്വത്രം. നോക്കിയേ, പറവകളെ സൃഷ്ടിച്ചതുപോലെയാണോ നമ്മെ സൃഷ്ടിച്ചത്? ദൈവം സ്വത്രം മനുഷ്യനെ സൃഷ്ടിച്ചത് കർത്താവിന്റെ രൂപത്തിൽ, സാദൃശ്യത്തിൽ കർത്താവ് നമ്മളെ സൃഷ്ടിച്ചു. സ്വത്രം. മൃഗങ്ങളെ സകലത്തെയും വിളിച്ചു വരുത്തിയപ്പോൾ നമ്മെ കർത്താവിന്റെ കരം കൊണ്ട് മെടഞ്ഞു. അങ്ങനെയെങ്കിൽ പൈതലെ, നമ്മൾ എത്രയോ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? മനുഷ്യരാകുന്ന നമ്മൾ ഓരോരുത്തരും കർത്താവിന് വിശേഷതയുള്ളവരത്രേ. അല്ലെങ്കിൽ വിചാരപ്പെടുന്നതിന് പലതിനെയും ചൊല്ലി വിചാരപ്പെടുകയാണ്. കർത്താവ് പറയുന്നു, സ്തോത്രം, പറവകളെ നോക്കുകയും കാക്കകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല. ദൈവത്തിന് സ്വത്രം. കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. ആകാശത്തിലെ പറവകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. ദൈവത്തിന് സ്വത്രം. അവ ഒന്നും കൂട്ടിവെച്ചിട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അർത്ഥത്തിൽ നമ്മളാരും ജോലിക്ക് വേണ്ടെന്നല്ല, നമ്മളാരും നമുക്ക് ഉപജീവനം വേണ്ടെന്നല്ല, നമ്മൾ വെറുതെ അങ്ങനെ ഇരിക്കുന്നതല്ല അതിനർത്ഥം. പിന്നെയോ സ്തോത്രം, ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യം വിശ്വസ്തയോടെ ചെയ്ത് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ദൈവഹിതപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം തരേണ്ടതെല്ലാം അത് സമയത്ത് ഒന്നിനും മുടക്കമില്ലാതെ വളരെ ഭംഗിയായി ദൈവം തരും. ദൈവത്തിന് സ്തോത്രം. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം നീളം കൂട്ടുവാൻ സ്തോത്രം നിങ്ങളിൽ ആർക്ക് കഴിയും? സങ്കടപ്പെട്ടിട്ട് കരഞ്ഞിട്ട് അയ്യോ എനിക്ക് എന്നെ ആർക്കും വേണ്ട, തകർന്ന് തരിപ്പണമായി മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തി മാനസിക പിരിമുറുക്കമിട്ട് സ്വസ്ഥത നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വേദനകൾ മുഴുവനും ദൈവത്തിന് കൊടുക്കുന്നതല്ലേ? സങ്കീർത്തനക്കാരൻ പറയുന്നു 55:22, നിന്റെ ഭാരം യഹോവയോട് വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ, നീ വ്യത്യസ്തമായ ഭാരത്തോടിരിക്കുന്നതായിരിക്കാം. എന്നാൽ സ്തോത്രം, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിന്നോട് സംസാരിക്കുന്നു, നിന്റെ ഭാരം എത്ര ആയാലും അത് കർത്താവ് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഫ്രീ ആകാം. ഇതിൽ പറയുന്നത് വിചാരപ്പെടുന്നത് എന്ത്? നിന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ. നീ കരയുന്നുണ്ട്, വിചാരപ്പെടുന്നുണ്ട്, സ്വത്രം വിചാരപ്പെടുന്നുണ്ട്, നടക്കത്തില്ല, കരയുന്നു, നടക്കത്തില്ല, തളർന്നുപോയി, നടക്കത്തില്ല, നമ്മൾ ക്ഷീണിച്ചു പോവുകയുള്ളൂ. അതേസമയം നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവത്തോട് പറയുകയാണെങ്കിൽ മത്തായി സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് 8-ാം വാക്യം വായിക്കുമ്പോൾ അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നല്ലോ. നമുക്ക് എന്താണ് ആവശ്യമെന്ന് എൻ്റെ ദൈവം അറിയുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട. അപ്പൊ കണ്ടോ, വിചാരപ്പെട്ട് കരഞ്ഞാൽ ഒന്നും നേടത്തില്ല. നമുക്ക് ദൈവത്തിൽ സമർപ്പിക്കുക, കർത്താവിന്റെ പാദത്തിൽ ഇട്ടുകൊടുക്കുക. നമ്മൾ ചുമക്കുന്ന ഭാരം നാളെ എന്താകും, മറ്റന്നാൾ എന്താകും, കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകും, അയ്യോ ഞാൻ ഒറ്റപ്പെട്ടല്ലോ, എല്ലാ വഴികളും അടഞ്ഞുപോയോ, എല്ലാവരും എനിക്കെതിരായോ, അയ്യോ ഞാൻ തളർന്നിരിക്കുന്നില്ല, ഭാരപ്പെടേണ്ട. സ്തോത്രം. എല്ലാവരും മാറുമ്പോഴും അടുത്ത യേശുണ്ട്, എല്ലാവരും അകലുമ്പോഴും, എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും ആമേൻ ഒറ്റപ്പെടുത്താത്ത ഒരാളുണ്ട്, സ്നേഹിക്കുന്ന ഒരാളുണ്ട്, എൻ്റെ യേശു. എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സ്നേഹിത സഹോദര സഹോദരി, താങ്കൾ ഏത് വിഷയത്തിലൂടെ കടന്നു പോകുന്നു? താങ്കൾ യേശുവിനെ കണ്ടുമുട്ടിയ ആളാണോ? യേശുവിൽ ജീവിക്കുന്ന ആളാണോ? പതറണ്ട. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. യേശുവിനെ കണ്ടുമുട്ടാത്ത ആളാണോ? സ്നേഹിത സഹോദര, സ്നേഹത്തോടെ ദൈവവചനം നമ്മോട് വിളിച്ചു പറയുന്നു, കർത്താവിനെ ഒന്ന് കണ്ടുമുട്ടാൻ. കർത്താവ് നിന്റെ ഹൃദയത്തിൽ വരട്ടെ. ആ കർത്താവ് ആശ്വാസം തരും, കർത്താവ് സമാധാനം തരും, കർത്താവ് വേണ്ടതെല്ലാം നമുക്ക് തരും. താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ സ്തോത്രം അതിൽ എഴുതിയിരിക്കുന്നു, നോക്കിയേ, ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? സ്തോത്രം. വയലിലെ താമര എങ്ങനെ വളരുന്നത് നിരൂപിന്, അവ അധ്വാനിക്കുന്നില്ല, നോക്കുന്നില്ല, എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോടും ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ശലോമോന്റെ സകല സമ്പത്തും കൊണ്ട് സ്തോത്രം വെച്ചിട്ട് ദൈവം ഉണ്ടാക്കിയ ഒരു താമര കൊണ്ടുവച്ചാൽ സമ്പത്തല്ല വലുത്, താമരയാണ് വലുത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ സൃഷ്ടികളെല്ലാം വലുതാണ്, അനുഗ്രഹമാണ്. മനുഷ്യൻ എന്തെല്ലാം ഉണ്ടാക്കിയാലും അതിന്
അതിൻ്റെ മുൻപിൽ ഒരു ദൈവം ഉണ്ടാക്കിയ ഒരു താമര കൊണ്ടുവച്ചാൽ ഈ ലോകത്തിലുള്ള മുഴുവൻ സമ്പത്തിനേക്കാൾ വില എന്നാണ് എഴുതിയിരിക്കുന്നത്. കണ്ടോ, അതിനോളം തൻ്റെ മഹത്വത്തിലും ശലോമോൻ പോലും തൻ്റെ മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്തോത്രം. ഇന്നുള്ളത് നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം എങ്ങനെ ചമയിപ്പിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. വയലിലെ പുല്ലിനെ ചമയിപ്പിക്കുന്ന ദൈവം ഭാരപ്പെടേണ്ട, അല്പവിശ്വാസികളായി തകരണ്ട. ആ ക്രിസ്തുവിൽ നമുക്ക് ആശ്രയിക്കാം. രണ്ട് രീതിയിലല്ല, മാമോനെ ദൈവത്തെ ഒരുമിച്ചല്ല, യേശുവിനെ മാത്രം ആരാധിക്കാം. യേശു മാത്രം കർത്താവ്. നമ്മുടെ വേദനകളും ഭാരങ്ങളെല്ലാം ദൈവത്തിനിടാം. കണ്ണുകളടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാമോ? നമ്മൾ അറിയുന്നൊരു ദൈവമുണ്ട്. എത്ര കരഞ്ഞാലും നമ്മുടെ നീളത്തിൽ ഒരു നീളം കൂട്ടാൻ പറ്റത്തില്ല. ടെൻഷൻ വർദ്ധിക്കുകയുള്ളൂ, ആദ്യം വർദ്ധിക്കുകയുള്ളൂ, കടം വർദ്ധിക്കുകയുള്ളൂ. വീണ്ടും നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, ഈ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ആഴമേറിയ തിരുവചനം ദൈവം സംസാരിച്ചതിനായി സ്തോത്രം. ഈ കേൾവിക്കാരായ പ്രിയമക്കളെ ദൈവകരങ്ങൾ തരുന്നു. ആശ്വാസം വരട്ടെ, സമാധാനം വരട്ടെ, സ്വസ്ഥത വരട്ടെ. ക്രിസ്തുവിൽ ആശ്രയിക്കട്ടെ. എല്ലാ ഭാരവും ക്രിസ്തുവിൽ ഇടട്ടെ, എല്ലാ വേദനയും ക്രിസ്തുവിൽ ഇടട്ടെ. ധൈര്യത്തോടെ മുന്നോട്ട് പോകട്ടെ, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകട്ടെ, ബലത്തോടെ മുന്നോട്ട് പോകട്ടെ. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ ക്രിസ്തുവിൽ ആനന്ദമുള്ളവരായി പുറത്തു വരട്ടപ്പ. കർത്താവിൽ തന്നെ ഉറച്ചിരിക്കട്ടെ. ദൈവം സകലം നൽകുന്നുള്ള ഉറപ്പോടെ ക്രിസ്തുവിനെ ആരാധിച്ച് ദൈവം മഹത്വമായി മാറട്ടെ. കർത്താവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അടിയും ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ വേദനകളും ഭാരങ്ങളും ആദികളും മാറട്ടെ. വഴികളും വാതിലും തുറക്കട്ടെ. സ്വർഗീയ സമാധാന സന്തോഷം കിട്ടട്ടെ. ക്രിസ്തുവിൽ ജീവിക്കട്ടെ, ക്രിസ്തുവിൽ വസിക്കട്ടെ. പ്രാർത്ഥനയിലേക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.